Hello everyone, ANS Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RRB NTPC അണ്ടർഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഡ്രാഫ്റ്റ് വന്നിരുന്നത് 4/10/2025 നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നത് 28/10/2025 മുതലാണ്. അതേപോലെ ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/11/2025 ആണ്. അതായത് അടുത്ത മാസം നവംബർ മാസം 27-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 29/11/2025 ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫീയും കൃത്യമായിട്ട് അടച്ചു നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇൻ കേസ് നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നത് 28/10/2025, അതായത് ഇന്നു മുതലാണ് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയി തുടങ്ങുന്നത്. അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/11/2025 ആണ്. ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് 29/11/2025. അതേപോലെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 30/11/2025 മുതൽ 9/12/2025 വരെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് +2 ലെവൽ യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ പോസ്റ്റുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 4 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ഇങ്ങനെ 4 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 21,700 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2 ആണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ടോട്ടൽ വേക്കൻസീസ് 2424 വേക്കൻസീസ് ആണ് ടോട്ടൽ ആ പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് പോസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 പോസ്റ്റ് ആണ്. 19,900 ആണ് അതിന്റെ ഇനിഷ്യൽ പേ വരുന്നത്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ തന്നെയാണ്. അതിന്റെ വേക്കൻസീസ് 394 വേക്കൻസീസ് ആണ് അതിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റ് ആണ്. 19,900 തന്നെയാണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്. C2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ടോട്ടൽ 163 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് പോസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ലെവൽ 2 പോസ്റ്റ് തന്നെയാണ്. 19,900 ആണ് ഇനിഷ്യൽ പേ വരുന്നത്. A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതിലും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ വേക്കൻസി ആ പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത് 77 ആണ്. അങ്ങനെ ടോട്ടൽ 3058 വേക്കൻസീസ് ആണ് NTPC അണ്ടർ ഗ്രാജുവേറ്റിനായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു അവസരം തന്നെയാണ് +2 യോഗ്യതയുള്ളവർക്ക്. അപ്പോൾ ഈ അവസരം മിസ്സാക്കാതെ എല്ലാവരും ഇതിനായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് ജനറലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള കാറ്റഗറീസിന് റിസർവേഷൻ ഉണ്ടായിരിക്കും. OBC, SC, ST, അതേപോലെ PWD, എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ പറയുവാണെങ്കിൽ നമ്മൾ ജനറലി എല്ലാവർക്കും 500 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതിൽ SC, ST, എക്സ് സർവീസ്, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്കൊക്കെ 250 രൂപ മാത്രമേ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അത് നോർമലി എല്ലാ റെയിൽവേ എക്സാംസിനും ഇങ്ങനെ തന്നെയാണ് ഫീസ് വരാറുള്ളത്. ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു CBT-1 എക്സാം ഉണ്ടാവും. നിങ്ങളത് അറ്റൻഡ് ചെയ്ത് നിങ്ങളത് ക്ലിയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് CBT-2 ഉണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് CBT-1ന്റെ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 90 മിനിറ്റ്സിന്റെ എക്സാം ആണ് വരുന്നത്. അതിൽ ജനറൽ അവയർനെസ് 40 മാർക്ക്, മാത്തമാറ്റിക്സ് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. നല്ലൊരു അവസരം, +2 യോഗ്യതയുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ANS അക്കാഡമിയിൽ നമ്മൾ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിനും അതേപോലെ ഗ്രാജുവേറ്റിനും നമ്മൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.